ഹേ എവ്രി വൺ, ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തൊരു എൻട്രിയുടെ ബ്രേക്ക് ഡൗൺ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ലണ്ടൻ ഗിൽസോൺ ആയപ്പം യൂറോ യൂസ്റ്റിയിലായിരുന്നു എനിക്ക് ഈ ഒരു എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ലൊരു സെൽ എൻട്രി ആയിരുന്നു. ഞാൻ ആ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ നോക്കുന്നത് ഡേ ടൈം ഫ്രെയിമിലാണ് മാർക്കറ്റിൻ്റെ ബയാസ് ഫിക്സ് ചെയ്യുന്നത്. സോ ഡേ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ കാണാൻ പറ്റും. ഓൾറെഡി മാർക്കറ്റ് ഒരു ബിയറിഷ് ട്രെൻഡിലാണ്. ഓക്കെ, നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു MSS ഉണ്ട്. കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു മേജറായിട്ടൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 1 മന്തിൻ്റെ 1 വീക്കിൻ്റെ ഒക്കെ മേജറായിട്ടുള്ള ഹൈ സ്വീപ്പ് ചെയ്ത ശേഷമാണ് താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത്. സോ ഓൾറെഡി എനിക്കറിയായിരുന്നു ചെറിയൊരു ബിയറിഷ് അവിടെ കാണിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അപ്പം നോക്കുമ്പോൾ ഡേ ടൈം ഫ്രീ തന്നെ മാർക്കറ്റ് MSS തന്നു. നല്ല രീതിക്ക് ഡൗൺലോഡാണ് മാർക്കറ്റ്. ആ ഒരു ഓർഡർ ഫ്ലോ കാണിക്കുന്നത് ഇവിടെ ഒരു MSS. പിന്നെ ഇവിടെ റീസെൻ്റ് ആയിട്ട് ഒരു OB ക്രിയേറ്റ് ചെയ്തു. സോ ആ മാർക്കറ്റ് ആ ഒരു OB ടാപ്പ് ചെയ്ത പാടെ തന്നെ താഴോട്ടാണ് വീണ്ടും റിജക്ഷൻ തന്നത്. പിന്നെ ഇവിടെ ഒരു FEG കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഒരു നല്ലൊരു FEG ഉണ്ട് ഡേ ടൈം ഫ്രെയിമിൽ. സോ മാർക്കറ്റ് ആ ഒരു FEG നിന്ന് ലിക്വിഡിറ്റി എടുത്ത് എങ്ങനെയാണ് ആ താഴോട്ടുള്ള മൂവ്മെൻറ്റ് അതിൽ തന്നെ കാണാൻ പറ്റുക. മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ പ്രഷർ താഴോട്ട് കൊടുക്കുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാക്കാം മാർക്കറ്റ് എന്താണ് ഇനിയും മൂവ്മെൻറ്റ് താഴോട്ട് വന്ന് താഴത്തെ ലിക്വിഡിറ്റി ക്ലിയർ ചെയ്യാനുണ്ട്. ജസ്റ്റ് ആ ഒരു ഒറ്റ കൺഫർമേഷൻ മാത്രമല്ല, നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും മാർക്കറ്റ് റീസെൻ്റ് ആയിട്ട് താഴെ ഒരു വീക്ക്ലി ലിക്വിഡിറ്റി കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ മാർക്കറ്റ് എന്തായാലും അത് എടുക്കാൻ വരുമെന്നൊരു കൺഫർമേഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പം എന്താക്കി ഞാൻ ആ ഒരു ലിക്വിഡിറ്റി ഡ്രോ ചെയ്ത് വെച്ചു. ഇവിടെ വരെയാണ് മാർക്കറ്റ് വരാൻ ചാൻസ് ഉള്ളത്. സോ നമ്മൾ നോർമൽ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യുന്ന ഒരു 1 ഹവർ ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ പോയി. നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഞാൻ ഓൾറെഡി മാർക്കറ്റ് ഓപ്പണിംഗ് മുമ്പിലും ട്രെൻഡ് ലൈൻ ഒരെണ്ണം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ലിക്വിഡിറ്റി ഏരിയ താഴെ ഉണ്ടെന്നുള്ള കൺസെപ്റ്റിൽ. പക്ഷേ ഞാൻ വിചാരിച്ചിരുന്ന ആ ഒരു ഹൈയിൽ നിന്നും എൻട്രി എടുക്കാം എന്നായിരുന്നു ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ മാർക്കറ്റ് എങ്ങനെ ഓപ്പൺ ആണെന്ന് വെച്ചാൽ നല്ലൊരു ഗ്യാപ്പ് ഡൗണിലാണ് ഓപ്പൺ ആയത്. സോ അതിനുശേഷം മാർക്കറ്റ് ഇതാക്കി ഏഷ്യയിൽ തന്നെ ആ ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്തു. നല്ല രീതിക്ക് തന്നെ ആ ഒരു ഗ്യാപ്പിൻ്റെ ഫില്ല് ചെയ്തതിൻ്റെ റിജക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ താഴോട്ട് തന്നു. നല്ലൊരു MSS 1 ഹവർ ഷിഫ്റ്റ് തന്നു. നമുക്ക് നല്ലൊരു MSS തന്നിട്ടുണ്ട്. സോ നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ മാർക്കറ്റ് താഴോട്ട് നല്ല മൂവ്മെൻറ്റ് വരുന്നുണ്ട്. സോ ഞാനൊരു MSS കണക്കാക്കിയിരുന്നു എൻ്റെ എൻട്രി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏഷ്യയിൽ ഓൾറെഡി അവിടെ എൻട്രി ഉണ്ട്, പക്ഷേ ഏഷ്യ ഞാൻ എൻട്രി എടുക്കാറില്ല. സോ ലണ്ടനിലോട്ട് വന്നപ്പോൾ ലണ്ടനിൽ ആ ഒരു MSS മാർക്കറ്റ് തന്നു. സോ അതിനുശേഷം ഞാൻ ചാർട്ട് 5 മിനിറ്റ്സിലൂടെ സ്വിച്ച് ചെയ്തു. കാരണം ഞാൻ 5 മിനിറ്റ്സിലാണ് എൻട്രി കൂടുതൽ നോക്കാറുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഒരു ലോവർ ലോ ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്താണ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റിൽ എത്രത്തോളം പ്രഷർ ഉണ്ട് ആ ഒരു സെൽ സൈഡിലോട്ടൊന്ന്. സോ ഇവിടെ നോക്കുമ്പോൾ റീസെൻ്റ് ആയിട്ട് മാർക്കറ്റ് നമ്മുടെ ഒരു ലണ്ടൻ ഗിൽസോൺ ആയപ്പം ഒരു MSS തന്നു. സോ ഞാനൊരു MSSലായിരുന്നു എൻട്രി നോക്കിയിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 1:2 ആണ് ടാർഗറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റോപ്പ് ലോസ് ആയിട്ട് ആ ഒരു പ്രൊട്ടക്ടർ ഹൈൻ്റെ മുകളിലാണ് ഞാൻ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1:2 തന്നെ സെറ്റ് ചെയ്തു ടാർഗറ്റ്. സ്റ്റോപ്പ് ലോസ് ഓൾമോസ്റ്റ് ആ ഒരു ഹൈൻ്റെ മുകളിലായിട്ട് ഞാൻ കീപ്പ് ചെയ്തിരുന്നത്. കാരണം മാർക്കറ്റ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് തന്നാൽ കൂടി ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യേണ്ട രീതിക്കാണ് ഞാൻ അവിടെ കീപ്പ് ചെയ്തത്. 1:2 തന്നെ ഞാൻ ഇറങ്ങി. എനിക്കറിയാം വീക്കിൻ്റെ ലോ വരെ ടാർഗറ്റ് വെക്കാം, പക്ഷേ ഞാൻ വെച്ചില്ല. കാരണം ഒരു 1:2 തന്നെ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. സേഫ് ആയിട്ടുള്ളൊരു എക്സിറ്റാണ് ഞാൻ പ്ലാൻ ചെയ്തത്. സോ 1:2 തന്നെ ടാർഗറ്റും വെച്ചു. അതിനുശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയപ്പോൾ അവിടെ ഒരു OB ഏരിയ ഉണ്ടായിരുന്നു. സോ OB ഏരിയ നല്ല റിയാക്ഷൻ തന്നു മാർക്കറ്റ്. സോ മാർക്കറ്റ് ആ ഒരു ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്ത പാടെ തന്നെ ഒറ്റ ക്യാൻഡിൽ, 5 മിനിറ്റ്സിൻ്റെ ഒറ്റ ക്യാൻഡിൽ തന്നെ നമ്മുടെ TP ഹിറ്റ് ആവുകയായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാനുള്ളത്. നിങ്ങൾ നിങ്ങളുടെ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് എപ്പോഴും മാർക്കറ്റ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതുപോലുള്ള ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് മിസ്സാകാണ്ടിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ ബൈ.